ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വിഷു അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഈ വർഷം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. വിഷുവൊക്കെ നല്ല രസമായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ വിഷുവിന് ആഘോഷിക്കുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും വിഷുവിന് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കണിയൊക്കെ ഒരുക്കി പടക്കമൊക്കെ പൊട്ടിച്ച് ആദ്യമായിട്ടാണ് ലച്ചു കണി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ തലേ ദിവസം രാത്രിയാണ് പടക്കമൊക്കെ പൊട്ടിച്ചത്. കമ്പിത്തിരിയും പൂത്തിരിയും പിന്നെ ചക്രവും പിന്നെ ലച്ചുവിന് ചെറിയ എറിഞ്ഞ് പൊട്ടിക്കുന്ന ആ ഒരു പടക്കമുണ്ടല്ലോ, അതും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് വലിയ പടക്കമൊക്കെ ഓലപ്പടക്കം ഭയങ്കര പേടിയാണ്, പടക്കങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആൾ ഓക്കെ ആയി. ആളുടെ ആ സാധനമൊക്കെ എറിഞ്ഞ് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ചക്രം ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ചക്രം കത്തിക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം ആൾക്ക്. അപ്പോൾ ലച്ചു അവിടെ ഓരോന്നായിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പിന്നാലെ അത് പറക്കി ഞാനും അത് പിന്നെയും പൊട്ടിക്കുന്നുണ്ട്. ലച്ചു അറിഞ്ഞാൽ ചിലതൊന്നും പൊട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തപ്പി പിടിച്ചിട്ട് വേണം അത് ഒന്നുകൂടി പൊട്ടിക്കാനായിട്ട്. അങ്ങനെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ നേരെ കിടന്ന് ഉറങ്ങി. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. അപ്പം ഞാൻ പിറ്റേ ദിവസം കണി വയ്ക്കാൻ ആയിട്ട് 3 മണിയൊക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റു. കണി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേട്ടായിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ രാവിലെ മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചേട്ടായിനെ കണി കാണിക്കണം. അപ്പോൾ ഞാനൊരു 3 മണി ഒക്കെ ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് കണിയൊക്കെ ഒരുക്കാനായിട്ട് തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് കണി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ എഴുന്നേൽക്കാം എന്ന് കരുതിയത്. ആദ്യമായിട്ടാണ് അമ്മയാണ് സാധാരണ വയ്ക്കാറ്. നമ്മളെ കൊണ്ടുപോയി കാണിക്കണതും അമ്മയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണി വയ്ക്കുന്നത്. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കൊച്ചിനെ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുന്ന ആ ഒരു അവസരം, അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചു. ആദ്യം തന്നെ ഒരു തുണി വിരിച്ചു. എന്നിട്ട് ഇങ്ങനെ തട്ടുപോലെ ആക്കി അതിൻ്റെ മീതെയാണ് രൂപങ്ങളും വെക്കുന്നത്. ഞാൻ രൂപങ്ങൾ ഞങ്ങളുടെ ദൈവത്തിനെയും വെച്ചിട്ടുണ്ട്, പിന്നെ കണ്ണനെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കങ്ങനെ ജാതി മതവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ജാതികളിലെയും എല്ലാ മതങ്ങളും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യരെന്ന ആ ഒരു ഇതാണല്ലോ ഏറ്റവും വലുത്. മതമൊക്കെ പിന്നെ ഉള്ളതല്ലേ. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിനെയും അവരുടെ കണ്ണനെയൊക്കെ വെച്ച് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഫൈനലി ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ. ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ചേട്ടായിയുടെ എല്ലാവരും അടിക്കണ കേട്ടു. നേരെ ഞാൻ പാഞ്ഞു ഓടുകയാണ്. കണ്ണ് പൊത്തണമല്ലോ, എങ്ങാനും കണ്ണ് തുറന്നാലോ എന്ന് വിചാരിച്ച് വേഗം ഓടിയതാണ്. അങ്ങനെ അതിൽ നിന്ന് ചേട്ടായിനെ കണി കാണിക്കാനായിട്ട് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചേട്ടായി കണ്ടിട്ടുണ്ട്. ചിറ്റയുടെ അടുത്തൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. വീട്ടിൽ വെക്കാറില്ല, ചിറ്റയുടെ അടുത്തൊക്കെ പോകുമ്പോൾ കണി വയ്ക്കും. അപ്പം ഞാൻ വെച്ച കണി ചേട്ടായി ആദ്യമായിട്ട് കാണണേണല്ലോ. അപ്പം അതിൻ്റെ സന്തോഷമൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഓരോന്ന് കാണിക്കണുണ്ട്. എനിക്കെന്താ വളരെയധികം സന്തോഷമായിരുന്നു. അങ്ങനെ ലച്ചുവിന് ഞാൻ പിന്നെ കാണിക്കാമെന്നാണ് കരുതിയത്. പിന്നെ വേണ്ട, എന്തായാലും ഇപ്പം തന്നെ കാണിച്ച് അവൾ പിന്നെ കിടന്നുറങ്ങിക്കോളും, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ലച്ചുവിനെയും കണി കാണിച്ചു. ദൈവത്തിനെയും എല്ലാത്തിനെയും മുത്തി. അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്, ഉറക്കപ്പിച്ചയിലും ഉണ്ട്. അങ്ങനെ നേരെ ചേട്ടായി ലച്ചുവിന് കൈനീട്ടം കൊടുത്തു. എനിക്കും ചേട്ടായി കൈനീട്ടമൊക്കെ തന്നു. ചേട്ടായി റെഡി ആവാനായിട്ട് പോവുകയാണ്. ലച്ചു നേരെ ബൈ പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിഷു വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.